1960 കാലഘട്ടത്ത് സാന്ത എന്നൊരു പ്രേത സിനിമ എടുക്കുന്നു. പക്ഷെ അത് പകുതിയിൽ വെച്ച് ഡ്രോപ്പ് ആവുന്നു. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ആ സിനിമ എടുക്കാമെന്ന് തീരുമാനിക്കുന്നു. പക്ഷെ ആ സിനിമയുടെ കഥാനായകൻ ഈ സിനിമയുടെ പേര് സാന്ത എന്നല്ല കാന്ത എന്നാണ്. മാത്രമല്ല ക്ലൈമാക്സ് സീൻ അടക്കം എന്റെ ഇഷ്ടത്തിന് മാറ്റണമെന്ന് പറയുന്നു. പക്ഷെ ഡയറക്ടറിനാണെങ്കിൽ ഇതൊന്നും ഇഷ്ടമല്ല. നായകനും ഡയറക്ടറും തമ്മിലുള്ള ഈഗോ ക്ലാഷ്, ഇതിനിടയിൽ അവിടെ ഒരു കൊലപാതകവും നടക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 ഇറങ്ങിയ കാന്ത എന്ന മൂവിയാണ്. പ്രൊഡ്യൂസർ മാർട്ടിൻ പകുതിയിൽ വെച്ച് നിന്നുപോയ സാന്ത എന്ന മൂവിയെ വീണ്ടും എടുക്കാമെന്ന് ഡയറക്ടറെ വിളിച്ച് പറയുന്നു. ആരാ നായകനാണെന്ന് ചോദിച്ചപ്പോൾ വേറെ ആരുമല്ല, നിങ്ങളുടെ ശിഷ്യനായ ടി.കെ. മഹാദേവനാണ്. അത് കേട്ടതും ഡയറക്ടർക്ക് ദേഷ്യമെന്ന് ചീത്ത പറയുന്നു. കാരണം അവർക്കിടയിൽ വലിയൊരു പ്രശ്നമുണ്ട്. അത് നമുക്ക് നോക്കാം. പ്രൊഡ്യൂസറും ഈ കമ്പനി വലിയ നഷ്ടത്തിലാണ്, ഈ സിനിമ എടുത്താൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് സമ്മതിപ്പിക്കുന്നു. ഇതാണ് ഹീറോയിനി കുമാരി. ഇവരുടെ ഫസ്റ്റ് മൂവിയാണ്. കുമാരിയെ കൂട്ടിയിട്ട് വന്നത് ഡയറക്ടറാണ്. താമസവും അവിടെ തന്നെയാണ്. എനിക്ക് ഈ സിനിമ നീ നന്നായിട്ട് അഭിനയിച്ച് തരണമെന്ന് സത്യമൊക്കെ മേടിക്കുന്നു. എല്ലാവരും പറയും നായകൻ അവനാണെന്ന്. പക്ഷെ ഈ സിനിമയുടെ ഡയറക്ടറായി ഞാൻ പറയുന്നു നായകനും നായിക എല്ലാമേ നീയാണ്. കുമാരിക്ക് മുൻഗണന കൊടുക്കാനാണ് ഇയാളുടെ പ്ലാൻ എന്ന് തോന്നുന്നു. ശേഷം ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് നമ്മുടെ കഥാനായകനായ ടി.കെ. മഹാദേവൻ വരുന്നു. ആള് കരിയറിന്റെ പീക്കിൽ നിൽക്കുന്ന സ്റ്റേജാണ്. എല്ലാവരും അവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഡയറക്ടർ മാത്രം മൈൻഡ് ചെയ്യുന്നില്ല. ശേഷം ഈ സിനിമയുടെ പേര് സാന്ത എന്നല്ല കാന്ത എന്നാണെന്ന് ടി.കെ. മഹാദേവൻ പറയുന്നു. മാത്രമല്ല ക്ലൈമാക്സിലും മാറ്റമുണ്ടാകുമെന്ന് പറയുന്നു. പക്ഷെ ഡയറക്ടർ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുന്നു. ഡയറക്ടർ ആദ്യത്തെ സീന് ഇന്നത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഹീറോ അസിസ്റ്റന്റ് ഡയറക്ടർ ബാബുവിനോട് പറയുന്നു ആ സീന് വേണ്ട, വേറെ സീൻ എടുക്കാമെന്ന് പറഞ്ഞ് ആ സീനും എടുക്കുന്നു. ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഡയറക്ടർ ഒന്നും മിണ്ടുന്നില്ല. ഹീറോ തന്നെ ഓക്കെ ആണ് എന്ന് പറഞ്ഞ് നായകൻ തന്നെ ആ സിനിമ ഡയറക്ട് ചെയ്യുന്നു. പക്ഷെ ഡയറക്ടർ ഇതെല്ലാം നോക്കിയിരിക്കുന്നു. അടുത്ത സീൻ എടുക്കാൻ പോകുന്നു. കുമാരിയും ഉണ്ട്. അവൾ നായകൻ പറഞ്ഞതൊന്നും കേൾക്കാതെ ഈ സിനിമയുടെ ഡയറക്ടർ നിങ്ങളാണ്, നിങ്ങൾ പറഞ്ഞത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയുന്നു. ഡയറക്ടർ മഹാദേവനോട് ഇവളെ വെച്ച് തന്നെ നിന്റെ അഹങ്കാരം തീർക്കാമെന്ന് വെല്ലുവിളിക്കുന്നു. ശേഷം ഷൂട്ടിംഗ് തുടങ്ങുന്നു. നായകിയുടെ ആക്ടിംഗ് ഒക്കെ അതിഗംഭീരമായിരുന്നു. ഹീറോനേക്കാളും നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. ചുറ്റുമുള്ളവരൊക്കെ സിനിമ റിലീസായ കുമാരിക്ക് നല്ല ഇതുണ്ടാവുമെന്നൊക്കെ പറയുന്നുണ്ട്. മഹാദേവനും അവളെന്താ അത്ര വലിയ ആക്ടറാണോ എന്ന് ചിന്തിച്ച് അയാൾക്ക് സാറ്റിസ്ഫൈ ആകാത്ത സീൻസ് ഒക്കെ റീടേക്ക് പോകാമെന്ന് പറയും. പക്ഷെ കുമാരി ഡയറക്ടർ പറഞ്ഞാലേ കേൾക്കുള്ളൂ. ഡയറക്ടറും വേണ്ട എന്ന മട്ടിലാണ്. വെറുതെ റീടേക്ക് ചോദിക്കുന്നു എന്ന ദേഷ്യത്തില് ഒരു സീനില് നായകന്റെ കവിളിൽ കൈവയ്ക്കുന്നതിന് പകരം കൊഞ്ഞി അടച്ചൊന്ന് കൊടുക്കുന്നു. എല്ലാവരും ഷോക്കായി. ഡയറക്ടർ ആണെങ്കിലും കളിയാക്കിക്കൊണ്ട് ഇതും റീടേക്ക് വേണമെന്ന് ചോദിക്കുവോ. പക്ഷെ നായകന് ഈഗോ ട്രിഗർ ആയിട്ട് റീടേക്ക് പോവാമെന്ന് പറഞ്ഞ് കുമാരിയോട് തല്ലാൻ പറയുന്നു. പക്ഷെ അവളാണെങ്കിൽ ഫസ്റ്റ് അടിച്ച പോലെ അടിക്കുന്നില്ല. അങ്ങനെ 2-3 ടേക്കിന് ശേഷം നല്ല പോലെ ഒന്നും കൂടെ കൊടുത്തു. പക്ഷെ നായകൻ ആ സീൻ ഉപയോഗിച്ച് നല്ല പോലെ പെർഫോം ചെയ്തു. അത് കുമാരിക്കും ഇഷ്ടപ്പെട്ടു. നായകനെ പറ്റി മറ്റുള്ളവരോട് കുമാരി അന്വേഷിക്കുന്നു. പക്ഷെ ആരും അദ്ദേഹത്തെ പറ്റി മോശമായിട്ടൊന്നും പറഞ്ഞില്ല, നല്ല രീതിക്ക് മാത്രമാണ് പറഞ്ഞത്. അപ്പൊ കുമാരിക്ക് തോന്നുന്നു ഡയറക്ടർ പറഞ്ഞ പോലെ മഹാദേവന്റെ മേൽ തെറ്റൊന്നും ഉണ്ടാവില്ല എന്ന്. അടിച്ചതിന് വേണ്ടി മഹാദേവനെ കണ്ട് സോറി ചോദിക്കുന്നു. നായകനും പുഞ്ചിരിയോടെ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ക്ഷമിക്കുന്നു. ഡയറക്ടർക്കും നിങ്ങൾക്കും എന്താണ് പ്രശ്നം, സംസാരിച്ച് തീർത്തൂടെ എന്നൊക്കെ പറയുന്നു. ഞാൻ റെസ്പെക്ട് ചെയ്ത പോലെ അദ്ദേഹത്തിന് ആരും റെസ്പെക്ട് ചെയ്തിട്ടില്ല, അത് അദ്ദേഹം തന്നെ കേടുവരുത്തി എന്ന് പറയുന്നു. ശേഷം നായകൻ ഒരു ഫംഗ്ഷന് പോകുകയാണ്. നീയും വരുന്നോ എന്ന് ചോദിച്ച് അവളെയും കൂട്ടിയിട്ട് പോകുന്നു. പിറ്റേ ദിവസം ഷൂട്ടിംഗിൽ ഡയറക്ടർ അവളോട് ചോദിക്കുന്നുണ്ട് എന്താ ഇന്നലെ രാത്രി ലേറ്റായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഷൂട്ടിംഗ് നോക്കാനായിട്ട് നായകന്റെ വൈഫും വന്നിട്ടുണ്ടായിരുന്നു. പേര് ദേവി. നല്ല പൈസയുള്ള ടീമാണ്. ഡയറക്ടറിന്റെ അടുത്ത് വിശേഷങ്ങൾ അന്വേഷിച്ചിട്ട് പോകുന്നു. ഷൂട്ടിംഗ് സ്റ്റാർട്ടായി. റൊമാൻറ്റിക് സീൻസിലൊക്കെ സീനിൽ ഇല്ലാത്തതൊക്കെ ചെയ്യുന്നു. ശരിക്കും സ്നേഹിക്കുന്ന പോലെയായിരുന്നു അവരുടെ പെരുമാറ്റം. ഡയറക്ടർ നീ അവന്റെ മേലെ മയങ്ങി എന്ന് പറഞ്ഞ് ചീത്ത പറയുന്നു. ശേഷം ഒരു മാധ്യമ പ്രവർത്തകൻ മഹാദേവന്റെ ആക്ടിങ്ങിനെ പറ്റി എഴുതാൻ വന്നു. എല്ലാ കാര്യങ്ങളും ഏടിയാണല്ലോ നോക്കുന്നത്, ഡയറക്ടർ എന്താ വെറുതെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നു. മഹാദേവനും അയാളുണ്ടായിട്ടും കാര്യമില്ല എന്ന മട്ടിൽ പറയുന്നു. അപ്പോൾ ഡയറക്ടർ പെട്ടെന്ന് നന്ദി കെട്ട നായെന്ന് ഒച്ചത്തിൽ വിളിക്കുന്നു. എല്ലാവരും ഷോക്കായപ്പോൾ ഞാൻ സീനിലുള്ളതാണ് പറഞ്ഞെന്ന് പറഞ്ഞ് ഒരേ സമയം ദേഷ്യം, വെറുപ്പ്, സന്തോഷം എന്ന് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു. നായകനും അത് നല്ല പോലെ പെർഫോം ചെയ്ത് ശരിക്കും ഗ്ലാസ്സിൽ തലയിടിച്ചു. പിറ്റേ ദിവസം ഈ മാധ്യമ പ്രവർത്തകൻ ഡയറക്ടറിനെ പറ്റി നല്ല പോലെ എഴുതി വിട്ടു. പിറ്റേ ദിവസം ഷൂട്ടിംഗിൽ ഡയറക്ടർ വന്നില്ല. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ രാത്രി ആരോ 2 പേര് അയാളുടെ കാല് തല്ലി ഒടിച്ചവേ. മഹാദേവൻ അയാൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ബാബു നീ എടുക്കുക എന്ന് പറയുന്നു. പിന്നെയാണ് ആശാൻ ഇങ്ങനെയായപ്പോൾ കുമാരിയും വന്നില്ല. അത് കേട്ടപ്പോൾ മഹാദേവന് അഭിനയിക്കാൻ ഒരു താല്പര്യക്കുറവ് പോലെ നേരെ അവളെ വിളിക്കാനായിട്ട് പോകുന്നു. അവളാണെങ്കിൽ നിങ്ങൾ ആദ്യം ആശാനോട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ശരി എന്ന് പറഞ്ഞ് മഹാദേവൻ ആളുടെ അടുത്ത് പോയിട്ട് കാൽ എങ്ങനെയുണ്ട് ചോദിച്ചപ്പോൾ ആള് വെച്ച് തല്ലിയിട്ട് എന്തിനാടാ വന്നതെന്ന് ചെയറെടുത്തെറിഞ്ഞു. മഹാദേവൻ എനിക്കിത് വേണം, ചെയ്യാത്ത കുറ്റത്തിന് എന്നെ ജയിലിലിട്ട ആളാണെന്ന് കുമാരിയോട് പറയുന്നു. അവിടെ നിന്ന് ചെറിയൊരു ഫ്ലാഷ് ബാക്ക്. ആരുമില്ലാത്ത മഹാദേവനെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു സിനിമാ നടനാക്കി തന്റെ മോനെ പോലെയാണ് നോക്കിയിരുന്നത്. ഈ സാന്ത എന്ന കഥ മഹാദേവന്റെ ആദ്യ പടത്തിന് മുന്നേ എഴുതാൻ തുടങ്ങിയതാണ്. അങ്ങനെ മഹാദേവൻ ആശാനെ വിട്ട് വേറെ കുറച്ച് സിനിമകളൊക്കെ അഭിനയിക്കാനായിട്ട് പോകുന്നു. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് അത്യാവശ്യം നല്ല സ്റ്റാർ ആയിട്ട് ഡയറക്ടർ വിളിച്ചിട്ട് വരുന്നു ഈ സാന്ത മൂവി എടുക്കാനായിട്ട്. പക്ഷെ മഹാദേവന് അതിന്റെ ക്ലൈമാക്സിൽ ചാകുന്ന പോലെയുള്ളത് വേണ്ട എന്നാണ് പറയുന്നത്. പക്ഷെ ഡയറക്ടർ അതൊന്നും സമ്മതിച്ചില്ല. ആശാനായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഷൂട്ടിംഗ് തുടങ്ങുന്നു. അപ്പൊ മഹാദേവൻ സീനിലുള്ളതിനേക്കാൾ
ചെയ്യുന്നതിനേക്കാളും എക്സ്ട്രാവായിട്ട് അഭിനയിക്കുന്നു, എന്റെ ഫാൻസിന് ഇഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഡയറക്ടറിന് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. മഹാദേവൻ പ്രൊഡ്യൂസറിന്റെ അടുത്ത് പോയി കൺവിൻസ് ചെയ്യുന്നു ഈ സിനിമയുടെ ക്ലൈമാക്സ് മാറ്റണമെന്ന് പറഞ്ഞ്. ഡയറക്ടർ ആണെങ്കിൽ അത് കേട്ടു. മഹാദേവൻ അപ്പൊ തന്നെ അയാളോട് സോറി ക്ഷമിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഡയറക്ടർ അവന്റെ മേലെ ദേഷ്യപ്പെട്ടു പോയി. പിറ്റേ ദിവസം ഷൂട്ടിങ്ങിൽ മഹാദേവൻ അവന്റെ ഇഷ്ടത്തിന് അഭിനയിക്കുമ്പോൾ ഡയറക്ടർ ദേഷ്യമൊന്ന് ചെയറെടുത്ത് അവന്റെ മേലെ വലിച്ചെറിയുന്നു. മഹാദേവൻ ദേഷ്യപ്പെട്ടു പോയി. അങ്ങനെ ഈ സിനിമ ഡ്രോപ്പായി. പിന്നീട് എന്തോ ഒരു കൊലക്കേസിൽ മഹാദേവൻ അറസ്റ്റായി ജയിലിൽ പോയി. കുറെ കഴിഞ്ഞ് ബെയിലിൽ എടുത്തതിന്റെ ആശാനായിരുന്നു. ആരാണ് എന്നെ ഇങ്ങനെ പെടുത്തിയതെന്ന് അയാളോട് പുലമ്പുന്നു. അപ്പൊ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ് ഈ സിനിമ നിന്റെ ക്യാരക്ടറിനെ മോശമാക്കുന്നു, നീ നിന്റെ നാട്ടിലേക്കേ പോവെന്ന് പറഞ്ഞ് നടു റോട്ടിൽ ഇറക്കി വിടുന്നു. ഇതൊക്കെ ഡയറക്ടർ കുമാരിയോട് പറയുകയാണ്. ശേഷം അവള് ഷൂട്ടിങ്ങിന് വന്നു. മഹാദേവന് നല്ല സന്തോഷമായി. ഇവർ തമ്മിൽ ശരിക്കും നല്ല സ്നേഹമായി. ഇവരിങ്ങനെ ബീച്ച് പാർക്കൊക്കെ കറങ്ങുന്നത് ആരോ ഫോട്ടോ എടുത്ത് ഡയറക്ടർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ ഒരു ദിവസം ഒന്നായിരിക്കുന്നു, അതും ആരോ ഫോട്ടോ എടുക്കുന്നു. ശേഷം കുറെ കഴിഞ്ഞ് ഗർഭമായി എന്ന് മഹാദേവനോട് പറയുന്നു. പക്ഷെ അവനിത് ഒഴിവാക്കാമെന്നാ പറയുന്നത്. അവള് പറ്റില്ല, നമുക്ക് കല്യാണം കഴിക്കാമെന്ന് പറയുന്നു. പിന്നീട് ഷൂട്ടിംഗ് സ്പോട്ടിൽ വെച്ച് വലിയൊരു ലൈറ്റ് മഹാദേവന്റെ തലയ്ക്ക് നേരെ വീഴുന്നു. ജസ്റ്റ് മിസ്സിലാണ് രക്ഷപ്പെട്ടത്. അപ്പോഴാണ് ഡയറക്ടർ റീ എൻട്രി ആവുന്നത്. വന്നിട്ട് മഹാദേവ നിന്നെ കൊല്ലാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നു. മഹാദേവൻ അപ്പൊ തന്നെ പ്രൊഡ്യൂസർ മാർട്ടിന്റെ അടുത്ത് പോയിട്ട് ഇയാളെ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു. പക്ഷെ അയാൾ പോവില്ല എന്ന് തോന്നുന്നു. കാരണം കുമാരിയുടെ കാര്യം എന്തോ ഒന്ന് അയാൾക്ക് അറിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അയാൾ പറയുന്ന പോലെ ഇവൻ അഭിനയിക്കുന്നു. സീൻസ് എല്ലാം ഇവനെ കൊല്ലാൻ പോകുന്ന പോലെയായിരുന്നു. മഹാദേവൻ അത് നല്ല പേടിയുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഷൂട്ടിങ്ങിന്റെ ലാസ്റ്റ് ദിവസമാണ്. അത് കാണാനായിട്ട് ദേവിയും വന്നിരുന്നു. സ്ക്രിപ്റ്റ് എടുത്ത് കൊടുക്കുന്നു. സ്ക്രിപ്റ്റിൽ നായകൻ ചാകുന്ന പോലെയാണ്. പക്ഷെ മഹാദേവൻ ഈ ക്ലൈമാക്സ് ഇങ്ങനെ ആവാൻ പാടില്ല എന്ന് രണ്ടുപേരും വാക്കുവാദമായിരുന്നു. ഒടുവിൽ കുമാരിനെ പറ്റിയും പറഞ്ഞു. വൈഫ് ദേവി ഇത് കേട്ട് മിണ്ടാതിരിക്കുകയാണ്. ശേഷം ഇവിടെ ഞാൻ പറഞ്ഞ ക്ലൈമാക്സ് എടുക്കണം പറഞ്ഞു മഹാദേവന്റെ ക്ലൈമാക്സ് എടുക്കുന്നു. അതിൽ കുമാരിയെ ഷൂട്ട് ചെയ്യുന്ന പോലെയാണ്. പക്ഷെ അതിൽ ആക്ടിങ് അവളെ ഇടയിൽ വെച്ച് നിർത്തി. ശേഷം ദേവിയെ കൊണ്ടുവിട്ടിട്ട് റീടേക്ക് എടുക്കാനായിട്ട് വരുന്നു. മഹാദേവൻ ഗൺ എവിടെയെന്ന് ചോദിക്കുന്നു. വീണ്ടും അതേ സീന് റീടേക്ക് പോകുന്നു. അപ്പൊ ഷൂട്ട് ചെയ്തത് മഹാദേവനെ ആയിരുന്നു. അതിൽ ഒറിജിനലായിട്ട് ബുള്ളറ്റും ഉണ്ടായിരുന്നു. കുനിഞ്ഞത് കൊണ്ട് മഹാദേവൻ രക്ഷപ്പെട്ടു. ഇവൻ ദേവിയെ കൊണ്ട് വിടുന്ന ഗ്യാപ്പിൽ ഡയറക്ടർ ക്ലൈമാക്സ് മാറ്റി. അതിന്റെ പേരിൽ പ്രശ്നമാവുന്നുണ്ട്. ഡയറക്ടർ നീ ഇവളെ കൊല്ലാനായിട്ടാണ് ബുള്ളറ്റ് വെച്ചു എന്നും അതുപോലെ നിങ്ങൾ എന്നെ കൊല്ലാനാണ് ബുള്ളറ്റ് വെച്ചു എന്നും പരസ്പരം വാക്കുവാദമാകുന്നു. ഇവൻ ദേവിയോട് വന്ന് ചോദിക്കുന്നു. ഞാൻ അയാൾ ആഗ്രഹിച്ച പോലെ അഭിനയിച്ച് തരാമെന്ന് വാക്ക് കൊടുത്തുപോയി, അതുകൊണ്ടാണ്. പക്ഷെ ബുള്ളറ്റുള്ള കാര്യം എനിക്ക് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കരയുന്നു. നമ്മുടെ കാര്യം നീ അയാളോട് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഇവളും ഇല്ല എന്നാണ് പറഞ്ഞത്. മഹാദേവനും ശരി നമുക്ക് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ദിവസം രാത്രി ആരോ ഒരാൾ വന്നിട്ട് കുമാരിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ശേഷം പോലീസുകാരും എല്ലാവരും വരുന്നു. സംഭവ സ്ഥലത്ത് വന്ന് നോക്കിയാൽ കൊലയാളിയുടെ അടുത്ത് ആ ഡയറക്ടർ മിണ്ടാതെ ഇരിക്കുന്നു. അയാളോട് ചോദിച്ചാലും ഒന്നും മിണ്ടുന്നില്ല. ശരി ഇയാളായിരിക്കും കൊന്നതെന്ന് ഒരു ധാരണയിൽ എത്തുന്നു. പക്ഷെ ഇയാൾ എന്തെങ്കിലും വായി തുറന്ന് പറയണമല്ലോ. അയാളും മഹാദേവനെ വിളിക്കും, ഞാൻ എല്ലാം പറയാമെന്ന് പറയുന്നു. പോലീസുകാർ എല്ലാവരോടും അന്വേഷിക്കുന്നു. ചിലർ മാർട്ടിൻ ചെയ്തിട്ടുണ്ടാവുമെന്നും പറയുന്നുണ്ട്. കുമാരിയുടെയും നായകന്റെയും രഹസ്യ ഫോട്ടോ മാർട്ടിൻ പറഞ്ഞെടുത്തതാണ്, അത് ലോക്കറിലുണ്ട് എന്നൊക്കെ പറയുന്നു. മാർട്ടിനോട് അന്വേഷിക്കുമ്പോൾ അവന്റെ ഗണ്ണിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഗണ്ണ് ഇതുവരെ പോലീസുകാർ കിട്ടിയില്ല. ആ ഫോട്ടോസ് ഒക്കെ എവിടെയെന്ന് ചോദിച്ചപ്പോൾ എന്നെ തല്ലിയിട്ട് ആ ഡയറക്ടർ എടുത്തിട്ട് പോയി എന്ന് പറഞ്ഞു. ശേഷം മഹാദേവൻ വരുന്നു. കൊന്നത് ഡയറക്ടർ ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. കുമാരിയുടെ ബോഡി കണ്ട് നല്ല സങ്കടത്തിലിരിക്കുകയാണ്. ഈ ഡയറക്ടർ പറയുന്നത് കൊന്നത് മഹാദേവനാണെന്ന്. മഹാദേവനും കൊന്നത് ഇയാളാണെന്ന് പറഞ്ഞ് രണ്ടുപേരും കുറച്ച് വഴക്കായി. നായകനെ ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങൾ മനഃപൂർവ്വം സ്നേഹിച്ചു കല്യാണം കഴിക്കാനിരുന്നതാണ്. ഈ പറഞ്ഞതെല്ലാം ഇയാളുടെ വൈഫ് ദേവി കേൾക്കുന്നു. അവരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഭർത്താവ് ഇന്നലെ രാത്രി എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ എന്റെ കൂടെ തന്നെയാണെന്ന് പറഞ്ഞ് രക്ഷിക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ഈ സെൽവത്തിനെ ചോദ്യം ചെയ്യുന്നു. ഇത് ദേവിന്റെയും നായകന്റെയൊക്കെ ഡ്രൈവറാണ്. ഇയാളാണ് ആ ഷൂട്ടിംഗ് സമയത്ത് തോക്കില് ബുള്ളറ്റ് വെച്ചത്. അങ്ങനെയെങ്കിലും അവളെ ചത്തുപോട്ടെ. പക്ഷെ മഹാദേവന്റെ മേലെ വരുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ ദേവിയും ഭർത്താവിന് വേണ്ടി അവളെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു സംശയമുണ്ട്. ഈ പോലീസുകാരൻ കൂടെയുള്ളവനോട് പറയുന്നുണ്ട്. കുമാരി ചിരിച്ച മുഖത്തോടെയാണ് ചത്തിരിക്കുന്നത്. മാത്രമല്ല അവളെ ഷൂട്ട് ചെയ്തവൻ തിരിഞ്ഞു നിന്നാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ശേഷം IG അവിടേക്ക് വന്ന് TK മഹാദേവനെ ഈ കേസിലേക്ക് വലിക്കണ്ട എന്ന് പറഞ്ഞില്ലേ എന്ന് ആ പോലീസുകാരനോട് ചൂടാകുന്നു. എന്നിട്ട് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ നേരത്ത് ഈ ഇൻസ്പെക്ടറിന് മഹാദേവന്റെ മേലെ നല്ല സംശയം തോന്നി അറസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഒരു നായകനെ അറസ്റ്റ് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. മാത്രമല്ല ഈ സിനിമയുടെ ക്ലൈമാക്സ് ഇനിയും എടുത്തിട്ടില്ല. അതെടുത്താൽ മാത്രമേ ഈ സിനിമ റിലീസ് ചെയ്യാനും പറ്റുള്ളൂ. കുമാരി ആരാണെന്ന് ഈ ലോകത്തിന് കാണിക്കാനും പറ്റുള്ളൂ. അങ്ങനെ എല്ലാവരും ചോദിച്ചത് കൊണ്ട് ഇൻസ്പെക്ടർ ക്ലൈമാക്സ് എടുക്കാൻ സമ്മതിച്ച് ക്ലൈമാക്സ് എടുക്കുന്നു. നായകി കൊല്ലപ്പെടുന്ന സീനാണ്. നായകന്റെ അഭിനയം കണ്ടത് ശരിക്കും കുമാരി മരിച്ച് വിഷമിക്കുന്ന പോലെ അത്രയ്ക്ക് ഒറിജിനൽ ആയിരുന്നു. ആ സീന് കണ്ട് നമ്മുടെ ഡയറക്ടറിനെ കൈയടിച്ചു. അപ്പോൾ ഡയറക്ടർ മനസ്സിലാക്കുന്നു ഇവൻ ശരിക്കും ആത്മാർത്ഥമായിട്ടാണ് അവളെ സ്നേഹിച്ചത്. അപ്പോൾ ആരായിരിക്കും അവളെ കൊന്നിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ അപ്പോഴാണ് മഹാദേവൻ പറയുന്നത് കൊന്നത് ഞാനാണെന്ന്. എന്താണ് റീസൺ എന്ന് വെച്ചാൽ കുമാരിയുടെ റൂമിൽ ഇവരുടെ പ്രൈവറ്റ് ഫോട്ടോസ് ഉണ്ടായിരുന്നു. ശേഷം ഡയറക്ടറുടെ റൂമിൽ ഒരു വോയിസ് നോട്ട് ഉണ്ടായിരുന്നു. അത് പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്ന് മഹാദേവന്റെ സാമ്രാജ്യം നശിപ്പിച്ച് ചീത്തപ്പേര് കിട്ടാനായിട്ട് ഡയറക്ടർ കുമാരിനെ കൂട്ടിയിട്ട് വന്നതാണ്. ഇതൊക്കെ മഹാദേവൻ അറിഞ്ഞ് നീ അയച്ചുവിട്ട പെണ്ണാണ്, അവൾ എന്നോട് കള്ളസ്നേഹം കാണിച്ചു, അതുകൊണ്ടാണ് ഞാൻ അവളെ തോക്കെടുത്ത് ഷൂട്ട് ചെയ്തത്. ഇത് കേട്ടതും ഡയറക്ടർ നമ്മൾ രണ്ടുപേരും ചേർന്ന് ആ പെണ്ണിനെ കൊന്നല്ലോ എന്ന് പറഞ്ഞ് പോകാൻ നേരത്ത് നീ ആ വോയിസ് നോട്ട്
ഫുള്ളായിട്ട് കേട്ടോ, അത് ഫുള്ളായിട്ട് കേട്ടതാണെങ്കിൽ ഇത്രയും വലിയ പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞ് അയാളുടെ റൂമിൽ പോയി സൂസൈഡ് ചെയ്യുന്നു. ഡയറക്ടർ സൂസൈഡ് ചെയ്താലും ഇൻസ്പെക്ടറിന് നന്നായിട്ട് അറിയാം ഇത് ചെയ്തത് മഹാദേവനാണെന്ന്. കാരണം കുമാരി മരിക്കുമ്പോൾ പുഞ്ചിരിയോടുകൂടിയാണ് മരിച്ചത്. ഒരാൾ പുഞ്ചിരിയോടെ മരിക്കുകയാണെങ്കിൽ അവരെ കൊന്നതാരെങ്കിലും വേണ്ടപ്പെട്ടവരായിരിക്കും. അങ്ങനെ ഒരു ബന്ധമായിരുന്നു മഹാദേവൻ. പക്ഷെ എന്നാലും നായകനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡയറക്ടർ മരിക്കുമ്പോൾ ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ശേഷം മഹാദേവൻ ആ വോയിസ് നോട്ട് ഫുള്ളായിട്ട് കേൾക്കുമ്പോഴാണ് ഡയറക്ടർ നീ അവനെ വിശ്വസിക്കാതെ, അവൻ നിന്നെ പറ്റിക്കും, ഇവളും അവരെന്നെ പറ്റിക്കില്ല, എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ ആ വോയിസ് നോട്ട് ഫുള്ളായിട്ട് കേട്ടപ്പോഴാണ് കുമാരി എന്താ പറയാൻ വന്നതെന്ന് മനസ്സിലാകുന്നത്. എന്റെ തെറ്റിദ്ധാരണ കാരണം എന്റെ കൈകൊണ്ട് തന്നെ അവളെ കൊന്നല്ലോ എന്ന് പറഞ്ഞ് മഹാദേവൻ കരയുന്നു, തന്നെത്താനെ കായപ്പെടുത്തുന്നുമുണ്ട്. ഈ ഒരു വേദന മഹാദേവന് സഹിക്കാൻ പറ്റുന്നില്ല. ശേഷം ഇവർ അഭിനയിച്ച സിനിമ പുറത്തു വന്ന് വമ്പൻ ഹിറ്റ് ആവുന്നു. മഹാദേവനും ഫീലിങ്സ് മനസ്സിൽ വെച്ച് മൂവ് ഓൺ ചെയ്തു പോകുന്നു. ഇതോടെ ഈ മൂവി അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.